കണ്ടില്ലേ? ഷോർട്ട് ഫിലിം ആണോടാ? ആ, നമുക്ക് ഇറക്കണ്ടേ? പിന്നെ കഴിഞ്ഞ വർഷം എന്റെ ശീലം ഇതുവരെ മാറിയിട്ടില്ല. പിന്നല്ലേ അർജുനെ, നമുക്ക് ഇവനെ വെച്ചൊരു പടം എടുക്കാം. നീ എടുക്കണമത്തെ കുഞ്ഞു മോനെ. ഞാനോ? ഗുഡ് ലക്ക്. നോക്കണം എടുക്കണ ചെയ്യണ. നീയാണ് നമ്മുടെ നാടൻ. ഓ അവിടെ ഒരാൾക്ക് ഏത് നേരം വാട്സപ്പാ. നമ്മുടെ പടം എന്തായി? നമ്മുടെ പടം എന്തായിന്ന്? അതിന് നീയല്ലേടാ വല്ല കോപ്പിലെ ഡയറക്ടർ. ഞാനൊരു കഥ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പോടാ, കുത്തിക്കൊണ്ടിരിക്കാൻ ഇവിടെ വന്നിരിക്കണോ? എന്താ എന്റെ പ്രശ്നം? ഒരു കഥ വേണ്ട. ഈ കഥയൊക്കെ ഒരു പ്രശ്നമാണോടാ? ബസ് സ്റ്റോപ്പിൽ വായ നോക്കണ പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അളിയ, ഒരു സൂപ്പർ കഥയുണ്ട്. കിഴക്കുംപാട്ടുകര എന്ന മനോഹരമായ ഗ്രാമം. ഒരു ത്രെഡ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ കഥ ഡെവലപ്പ് ചെയ്യണം. 31-ാം തീയതിയാണ് പടം സബ്മിറ്റ് ചെയ്തത്. 5 ദിവസം കൊണ്ട് നമ്മൾ. നീ കഥയുടെ ത്രെഡ് പറ. ഇതൊരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച കഥയാണ്. പിന്നെ ഒരു ചെറിയ പയ്യുണ്ട്, അവനാ മെയിൻ റോൾ ചെയ്യാൻ. ഇതൊക്കെ വല്ലതും നടക്കോ? ചെക്കന്മാരൊക്കെ വല്ലതും കിട്ടോ? ഒപ്പിക്കാടാ, എന്റെ പരിചയത്തിൽ 1-2 ഉണ്ട്, കിട്ടുമെന്ന് നോക്കാം. നീ പോയി സ്ക്രിപ്റ്റ് ശരിയാക്കി, അപ്പോഴേക്കും ഞാൻ മ്യൂസിക് റെഡിയാക്കി. ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോവാ. നീയോ? ഞാൻ മാത്രല്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്. ആരൊക്കെ? അവനാ കഥ, അവനാ ക്യാമറ. ഷൂട്ടിംഗ് എവിടെ വെച്ചാ? സ്നേഹതീരത്ത് വെച്ച് നടത്താമെന്നാ ഉദ്ദേശിക്കണേ. അപ്പൊ കടലവിക്കുന്ന കുട്ടിയുടെ റോൾ ചെയ്യാൻ ആളെ കിട്ടിയോ? വീടിനടുത്തൊരു പയ്യനുണ്ട്. ഇവിടുത്തെ സീനൊക്കെ ഇന്ന് തന്നെ തീർക്കാനുള്ളതല്ലേ? ഇവനെ കാണുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചോ. ഹലോ, നീ എവിടെടാ? എന്ത് പണിയെ കാണിക്ക? ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് നിന്റെ വീട് ഇവിടെ അടുത്തല്ലേ? എന്താ നീ കാണിക്കണേ? എന്താ കിട്ടിയില്ല? അപ്പൊ നീയല്ലേ പറഞ്ഞു നിനക്കറിയണ ആൾക്കാരുണ്ടെന്ന്? അയ്യോ, ഇനിയിപ്പ എന്താ ചെയ്യാ? ഇപ്പൊ ഇങ്ങോട്ട് വാ, ഇവിടെ നിന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഇവിടെ ഇപ്പൊ ഞങ്ങളെല്ലാവരും ഇല്ലേ? ഇല്ല വാ, ആരെങ്കിലും കിട്ടായിരിക്കില്ല. നീ ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഓക്കെ. പയ്യനെ കിട്ടിയില്ലടാ. കിട്ടിയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? പയ്യനെ കിട്ടിയില്ലാന്ന്. ആകെ കുടുങ്ങിയല്ലോ.
ദാ അങ്ങോട്ട് നോക്കിയേ. ഇവൻ അഭിനയിക്കോ? പറഞ്ഞെടുത്താൽ മതിയായിരിക്കും അല്ലേ? പാടാ കൂട്ടാ. എന്താ നിന്റെ പേര്? എത്തിയോ നീ? എവിടെ ഇരുന്നടോ? എത്ര നേരം ഞങ്ങളിവിടെ നിൽക്കുന്നു? ഒരാളെ കിട്ടിയിട്ടുണ്ട്. വാ നോക്ക്. എത്ര സമയടാ? നേരത്തെ കാലത്തെ വന്നൂടെ? നമ്മൾ എത്ര സമയം കാത്തിരിക്കുന്നു? നോക്ക്. ആള് സ്മാർട്ടാട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാരും റെഡിയല്ലേ? ആദ്യം നീ കടലിലേക്ക് അവിടെ പോയി നോക്കി. ആക്ഷൻ. ആക്ഷൻ. ഇനി നമുക്കൊരു ബ്രേക്ക് ആവാം.
തുടങ്ങണ്ടേ? സ്പീഡ് കൂടുതലാടാ, പിന്നെ എടുക്കാം. ഇനി എപ്പോ ചെയ്യാൻ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. നീയല്ലേ ഡയറക്ടർ, നിന്റെ ഇഷ്ടം. സാധനങ്ങളൊന്നും എടുക്കാൻ മറക്കല്ലേ. ധീരജേ, ഞാൻ വീട്ടിൽ പോവാടാ. ഒന്നുമില്ലടാ, വീട്ടിൽ പോണം. അപ്പൊ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളോ ചെയ്യാടാ. നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ നോക്കാടാ. നാളെ വരില്ലേ? ആ വരടാ. എടാ പടം എന്തായി? എന്താ പറ്റിയേ? ഒന്നും നടക്കാൻ പോണില്ല. എന്ത്? ഷോർട്ട് ഫിലിം. അതെന്താ നടക്കാത്തെ? ഒന്നും നടക്കില്ല, അത്ര തന്നെ. ഇത്രയും ഷൂട്ട് ചെയ്തിട്ട് ഇനിയിപ്പോ ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞാലോ? നിനക്ക് എന്നാ പറ്റിയേ? എങ്ങോട്ടാ? സാറിപ്പ വരും. അർജുനെ, എന്താണ് നിന്റെ പ്ലാൻ? ഇനിയിപ്പോ നമ്മുടെ മുന്നിൽ ഒറ്റ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇനി എന്താ ചെയ്യാൻ പോണേ? നീ എന്തെങ്ങനെ മിണ്ടാതിരിക്കണ്? ഞങ്ങളുടെ ഉള്ള സമയം കളഞ്ഞ ഞങ്ങൾ എന്റെ പുറകെ വന്ന് ഞങ്ങളുടെ ക്ലാസ്സും പോയി, എല്ലാം പോയി. ഇനി മറ്റുള്ളവരുടെ എന്താ പറയാ? നിന്നോടല്ലേ ഈ പറയുന്നേ? എല്ലാം ഇട്ടേച്ചു പോകാൻ തന്നെ പാവം. പിന്നെ എന്തിനാ നീ ഇങ്ങനെ നാടകം? ഞങ്ങളെന്താ മണ്ടന്മാരോ? നീ പറയണ പോലെയല്ലേ ഞങ്ങളെല്ലാം ചെയ്തിരുന്നേ? തുടങ്ങി വെക്കാൻ എല്ലാവർക്കും വലിയ അതായിരുന്നു. ഒന്നേലൊന്ന് പറയടാ. ഞങ്ങൾക്ക് അവിടെ ഇരിക്കണണ്ടില്ലേ? മറ്റുള്ളവരുടെ മൊത്തം എന്താ നോക്കാൻ പോണേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോകും. ഇന്നെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയേക്കാം, ഒരുപക്ഷെ തള്ളി പറഞ്ഞേക്കാം. ഈ ഫിലിം ഡ്രോപ്പ് ചെയ്തതിൽ എൻ്റേതല്ലാത്ത ചില കാരണങ്ങൾ കൂടിയുണ്ട്. വീട് കോയമ്പത്തൂര്. വീട്ടിൽ പോകാൻ എൻ്റെ കയ്യിൽ കാശില്ല. വീട്ടിൽ പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അപ്പോ നീ എങ്ങനെ വിടെത്തി? அப்பா 4 வருஷம் முன்னாடி போயிட்டேன். படத்தை எனக்கு ரொம்ப பிடிக்கும். ஆனால் கொஞ்சம் மாமா என்ன இந்த ஊருக்கு கொண்டு வந்தேன். 2 வருஷம் முன்னாடி வந்துட்டேன். ஆமாம், கொஞ்சம் மலையாளம் தெரியும். ஒரு ദിവസം அனாதையத்துக்கு வேலை செய்தேன். அப்படின்னு ஓடி வந்துட்டேன்.
എനിക്കും എൻ്റെ കൂട്ടുകാർക്കും നഷ്ടപ്പെട്ടത് കേവലം ഒരു സിനിമയായിരിക്കാം. പക്ഷേ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവൻ്റെ ബാല്യമായിരുന്നു. വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിച്ച് മനുഷ്യക്കടത്തിൻ്റെ കെണിയിൽപ്പെട്ട ബാല്യം. എൻ്റെ ചെറിയ സ്വപ്നങ്ങൾക്ക് ചിറകറ്റെങ്കിലും അവൻ്റെ വലിയ സ്വപ്നങ്ങളെ ഞാൻ ചിറകേറ്റി. Got it!